ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞുങ്ങളുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞു കാലുകൾ എന്നും നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ എടുത്തു വയ്ക്കാൻ പറ്റിയാലോ? ഒരു കാസ്റ്റിംഗ് മോൾഡും ഇല്ലാതെ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള 2 കപ്പ് മൈദമാവ് മതി ഇതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദമാവാണ് എടുക്കുന്നത്. ആ മൈദമാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ സാധാ ഒരു മൈദമാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നനവുള്ള രീതിയിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. അധികം നനവ് പാടുമില്ല. നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നനവ് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് കയ്യിലുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ കുഞ്ഞിൻ്റെ കാലിൻ്റെ പ്രിൻ്റ് എടുക്കണം. കുഞ്ഞിൻ്റെ കാല് നന്നായിട്ട് അമർത്തിയെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാല് അമർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെറുതെ സിമൻറ്റ് വെള്ളം വെച്ചിട്ട് കലക്കി ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ടൊരു 4 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം സെറ്റായതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ബാക്കിയുള്ള മൈദമാവൊക്കെ ഞാൻ എടുത്തിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ശരിക്കും ആ പ്രിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഗോൾഡൻ സ്പ്രേ പെയിൻ്റാണ് എടുക്കുന്നത്. ആ സ്പ്രേ പെയിൻറ്റ് ഞാൻ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീട്ടിലുള്ള ചകിരിയിലത്തെ ചോറൊക്കെ കളഞ്ഞിട്ട് അതിൽ നമ്മളുടെ ബ്രോൺസ് കളർ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രോൺസ് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് അത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ഉള്ളിലത്തെ ചകിരിയുടെ ചോറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ആകെ ഒരു ഭംഗിയില്ലാതെ പോലെ ആവും. എന്നിട്ട് എനിക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കുന്നതിന് താല്പര്യമില്ല. ഞാനിങ്ങനെ വെറുതെ ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചകിരി ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു ബോക്സാണ് എടുക്കുന്നത്. ബോക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു ജൂട്ട് ബോക്സ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ ജൂട്ടിൻ്റെ ത്രെഡാണിത്. ഇത് പിന്നെ ഒരു വൈറ്റ് ക്ലോത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ചകിരി പെയിൻറ്റ് ചെയ്തത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വൈറ്റ് പേൾസും പിന്നെ യെല്ലോ കളർ നമ്മളുടെ തെർമോക്കോളിൻ്റെ ബോൾസും കൂടി ഇടുന്നുണ്ട്. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ലീവ്സൊക്കെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് നമ്മളുടെ കുഞ്ഞു കാലുകൾ കൂടി എടുത്ത് വെക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗി തന്നെയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാലിങ്ങനെ സൂക്ഷിച്ച് വെക്കാം. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ നോക്കുമ്പോൾ അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.